നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കർണൻ്റെ മഹത്വം. ആരാണ് കർണൻ? കർണൻ മഹാഭാരതത്തിലെ ഒരു കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത ഒരു വീര വില്ലാളി വീരനാണ് കർണൻ. അംഗരാജ്യത്തിൻ്റെ രാജാവാണ്. കർണനെ സംബന്ധിക്കുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, എനിക്ക് തന്നെ ഒരു 30 കഥകളെങ്കിലും അറിയാം. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ എന്തുമാത്രം അറിയും. എനിക്ക് വളരെ അറിവ് കുറഞ്ഞ ആളായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഞാൻ തന്നെ പല ദിക്കിൽ നിന്നും പലപ്പോഴായിട്ടും പല പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരു 10-30 കഥകൾ കർണനെ പറ്റിയിട്ടുള്ളത് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ പറയാട്ടോ ഓരോന്നായിട്ട്. എനിക്ക് ആയുസ്സും ആരോഗ്യമുള്ളിടത്തോളം ഇങ്ങനെ കഥ പറയണമെന്നാണ് മോഹം. അപ്പം ഞാൻ പറയട്ടെ, കർണൻ്റെ മഹത്വം, ഒരുപാട് മഹത്വങ്ങളുണ്ട്. വില്ലാളി വീരനാണ്, ധീരനാണ്, വീരനാണ്, ദാനശീലനാണ്, അങ്ങനെയൊക്കെയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പല ഗുണങ്ങളിലുള്ള ഒരു ഗുണത്തിൻ്റെ മഹത്വം പറയുകയാണ് ഞാനിപ്പോൾ. അതായത് ഒരു ദിവസം ശ്രീകൃഷ്ണനും പാണ്ഡവരും ഒക്കെ ഇങ്ങനെ പാണ്ഡവർ 5 പേരുണ്ട്. അമ്മയായ കുന്തിദേവി, ഇവർ വനവാസത്തിന് പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വനവാസം എന്ന് ഒക്കെ നമുക്ക് പിന്നീട് പറയാം, ഇന്നൊരവസരത്തിൽ പറയാം. ഇവർ വനവാസത്തിലാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാട്ടിലുള്ള ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ച് ഇവർ പോകും. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അറിഞ്ഞു എല്ലാവരും ഇങ്ങനെ 5 മക്കളും 5 വഴിക്ക് പോകും. അമ്മ അങ്ങനെ അവരുടെ ആശ്രമത്തിലിരിക്കും, ഒരു പർണശാലയിലിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവരവർക്ക് കിട്ടിയത് എല്ലാവരും കിഴങ്ങുകളും പഴങ്ങളും ഒക്കെ കൊണ്ടുവരും. ഒന്നിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അമ്മ ചെയ്യണ പണി എന്താണെന്നറിയാമോ? കുന്തിദേവി തൻ്റെ മകൻ ഭീമൻ നല്ല വലുപ്പമുള്ളവനും നല്ല കരുത്തനും ശക്തനും ഒക്കെയാണ്. അതേപോലെ നല്ലതുപോലെ ഭക്ഷണവും കഴിക്കണം. എല്ലാവരും കൂടി കൊണ്ടുവന്ന ഈ ഭക്ഷണത്തിൻ്റെ നേർപകുതി അങ്ങോട്ട് എടുത്ത് വയ്ക്കും, ഭീമൻ്റെ അടുത്തേക്കാണ് വയ്ക്കും. അതൊക്കെ ഭീമനുണ്ട്. മോനെ നീ കഴിച്ചോടാ എന്ന് പറയും. മറ്റുള്ള പകുതി കൊണ്ട് 5 പങ്കുവയ്ക്കും. ബാക്കി 4 മക്കൾക്കും അമ്മയ്ക്കും. അവർക്ക് അതൊക്കെ മതിയാകും, ധാരാളം. ഭീമനൊരു വകയാവില്ല. ഭീമന് എത്ര ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നല്ല ഇതുണ്ടോ? വയറിനകത്ത് നിറയണ്ടേ, അതിന് പിന്നെയും വേണം പോണ വഴിയൊക്കെ ഇങ്ങനെ. പക്ഷെ ഇവരൊക്കെ പോയാൽ കിട്ടിയതൊക്കെ അമ്മയെ ഏൽപ്പിച്ചിട്ടേ കഴിക്കുള്ളൂ. വഴിക്കൊന്നും കഴിക്കില്ല, എന്ത് കിട്ടിയാലും കൊണ്ടുവരും. അങ്ങനെ ഇവർ ഭക്ഷണം തേടിപ്പോയ സമയത്ത് ഒരു വിചിത്രമായൊരു വൃക്ഷം കണ്ടു. ഭീമനെ കണ്ടത് കേട്ടോ, ഭീമൻ പോയ വഴിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പഴമുണ്ട്. അതിങ്ങനെ പഴുക്കാനൊക്കെ ആയിട്ട് തുടങ്ങണേ ഉള്ളൂ എന്നാണ് തോന്നണേ. പച്ച നിറം കൊണ്ട് പതുക്കനെ മറന്നു തുടങ്ങി. സാമാന്യം വലിപ്പമുള്ള നല്ലൊരു മാമ്പഴം പോലെയുള്ളൊരു പഴം. നോക്കിയപ്പോൾ ഒരൊറ്റ പഴം വേറെ ഇല്ല, ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭീമനൊരു സംശയം, ഒരെണ്ണേ ഉള്ളൂ, ഇനിയും കാണുമല്ലോ അല്ലേ. ഒരുപാട് നോക്കി, കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് ചെല്ലേണ്ട നേരമായി, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി, കിട്ടിയതാവട്ടെ എന്ന് കരുതിയിട്ട് ഭീമൻ ആ ഒരു പഴം അങ്ങോട്ട് പറിച്ചു. ആ പഴം മറിച്ചുകൊണ്ട് അവിടെ ചെന്ന് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതുവഴിയും കണ്ട് പോയിരുന്നു ശ്രീകൃഷ്ണൻ ഇവരെ, അച്ഛൻ്റെ സഹോദരിയാണല്ലോ കുന്തിദേവി, അച്ഛൻ്റെ സഹോദരി അച്ഛൻ പെങ്ങളെയും അവരുടെ മക്കളെയും പാണ്ഡവന്മാരെയും ഒക്കെ കാണാമല്ലോ എന്ന് കരുതി വനത്തിൽ ഒന്ന് വന്നേക്കുക. വന്ന സമയത്ത് ഈ പഴം കണ്ടപ്പോഴേക്ക് ശ്രീകൃഷ്ണൻ ഞെട്ടിപ്പോയി. ഈ പഴം ഈ പഴം എവിടുന്ന കിട്ടി? അപ്പോൾ ഭീമൻ പറഞ്ഞു, ഇതവിടെ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ടാവും. ആ മരം കാണുമ്പോൾ തന്നെ, വൃക്ഷം കാണുമ്പോൾ തന്നെ ഒരു വിചിത്രം ആയിട്ട് തോന്നും നമുക്ക്. അതും ആകെ കൂടി ഈ ഒരു പഴയേ ഉള്ളൂ. ഞാനതങ്ങോട്ട് പറിച്ചോട്ടു. അതാണ്ടായ അയ്യോ, ഭീമ മഹാബദ്ധാണ് കാണിച്ചത്. പഴ ഏതാണെന്നറിയാമോ? കേട്ടിട്ടുണ്ട് ദുർവാസാവ് മഹർഷിയെ പറ്റി. കേട്ടിട്ടുണ്ട്. ക്ഷിപ്രകോപിയായ മഹർഷി, അദ്ദേഹം തന്നെ. അദ്ദേഹം ഇവിടെ അടുത്തൊരു സ്ഥലത്തിരുന്ന് തപസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വ്രതം എന്താണെന്നറിയാമോ? ഒരു വർഷം എത്തുമ്പോൾ ഒരു ദിവസം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. ആ ഭക്ഷണം കഴിക്കണത് ആ വൃക്ഷത്തിലുണ്ടാകുന്ന ഒരേ ഒരു പഴം ഉണ്ടാവുള്ളൂ, ആ പഴ കഴിക്കുക. അദ്ദേഹത്തിന് ഇപ്പോൾ 1 വർഷമായിട്ട്. അപ്പോഴേക്ക് ഇത് പഴുത്ത് തുടുത്ത് പാകാവും. അപ്പം പറിച്ച് ആ പഴം കഴിക്കും. പിന്നെ അടുത്ത വർഷത്തേക്ക് പിന്നെ ഭക്ഷണമുള്ളൂ. അപ്പോഴേക്കും വേറൊരു പഴം ഉണ്ടാവും. അങ്ങനെയാണ്.
അതുകൊണ്ട് ഈ പഴം അവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണം, അവിടെ പിടിപ്പിക്കണം. ആ പഴത്തിൻ്റെ വിങ്ങട് പറിച്ചെടുത്ത് ആ ഞെട്ടുമ്പോൾ തന്നെ പിടിപ്പിച്ച് വെക്കണം. മഹർഷി വരുമ്പോഴേക്കും ആ പഴം അവിടെ കണ്ടില്ലെങ്കിൽ മഹർഷിയുടെ ശാപം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പേടിച്ചില്ലേ കുന്തിദേവി? മക്കളും ഒക്കെ പേടിച്ചു. കൃഷ്ണ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ശാപം കിട്ടിയാൽ പറ്റില്ലല്ലോ. മഹർഷിക്ക് ഈ പഴം അങ്ങോട്ട് നമ്മൾക്ക് ഇപ്പം തന്നെ കൊണ്ടു കൊടുത്താലോ? ഇപ്പൊന്നും കണ്ണ് തുറക്കില്ല, കഴിക്കില്ല, ഇത് പാവമായിട്ടില്ല. ഇത് നമുക്ക് അവിടെ കൊണ്ട് പിടിപ്പിക്കണം, ആ മരത്തെ തന്നെ കൊണ്ട് പിടിപ്പിക്കണം. അതാ വേണ്ടേ. പഴമെടുത്തു വേഗം കുന്തിദേവിയും മക്കളും ശ്രീകൃഷ്ണനും കൂടി ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ശരിയാണല്ലോ, അത് വിചിത്രമായൊരു മരം തന്നെ. കാണുന്നതിന് തന്നെ ഉണ്ട്, എന്തെന്നില്ലാത്ത വലുപ്പോ പൊക്കോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ആ മരത്തിന്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ദൈവാധീനം അതിൻ്റെ ഞെട്ടവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങി ഞെട്ട് നിൽക്കുന്നുണ്ട്. ആ ഞെട്ടുമ്പോൾ ഇത് പിടിപ്പിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യണേ? കയറാനൊന്നും പറ്റില്ല. കയറാനായിട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഇത് ഞെട്ടുമ്മലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എത്തിച്ച് പിടിപ്പിക്കണം. പൊങ്ങി കയറി ഈ പഴം അങ്ങനെ കയറി പോകണം. അതിനിപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അതിനൊരു വഴിയൊക്കെ ഉണ്ട്, ഞാൻ പറയാം. നിങ്ങൾ 6 പേരും 5 മക്കളും അമ്മയും നിങ്ങളുടെ ഒരു പ്രധാനമായ നിങ്ങൾ ചെയ്തിട്ടുള്ള സൽപ്രവർത്തികൾ, ആത്മാർത്ഥമായി ചെയ്ത സൽപ്രവർത്തികൾ എന്താണെങ്കിൽ ഒരു വിശേഷം, ഒരു ഗുണം ഒന്ന് പറയൂ ആ വൃക്ഷത്തോട്. അപ്പോൾ ഈ പഴം പൊങ്ങി ഞെട്ടി ചെന്ന് പിടിച്ചോളും എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അതിന് വിരോധമില്ല. എന്തായാലും നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ആദ്യം തന്നെ വന്നത് കുന്തിദേവിയാണ്. കുന്തിദേവി താൻ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം പറഞ്ഞു. സപത്നിയായ മാദ്രി സതി അനുഷ്ഠിച്ചപ്പോൾ മാദ്രിയുടെ പുത്രന്മാരെയൊക്കെ ഞാൻ എടുത്തു നോക്കി വളർത്തി, എൻ്റെ മക്കളെ പോലെ തന്നെ, നകുലനെ സഹദേവനെ. അപ്പോൾ പഴം ആദ്യം അങ്ങോട്ട് പൊങ്ങി ഇപ്പം ഞെട്ടുമ്പോൾ ചെന്നെത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ പകുതി വഴിയായി കഴിഞ്ഞപ്പോൾ പഴം കീഴ്പോട്ടാക്കി അതുപോലെ തന്നെ ഇറങ്ങി കുന്തിയുടെ കാൽക്കൽ തോന്നുന്നു. അത് കഴിഞ്ഞടുത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തപ്പം ഞാൻ ഓർക്കണേ, എന്താ എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ എല്ലാവർക്കും മരണം സംഭവിക്കുന്ന ഒരവസരം വന്ന സമയത്ത് സഹോദരങ്ങളിൽ ഒരാളെ രക്ഷിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ നകുലനെ രക്ഷിക്കേണ്ടായി എന്ന് പറഞ്ഞു. ഓഹോ, പഴം വേഗം പൊങ്ങി ആദ്യത്തെ പോലെ തന്നെ പകുതി എത്തിയപ്പോഴത്തേക്കും പഴം പോന്നു. അതുപോലെ ഭീമൻ പറഞ്ഞു, ഞാനല്ലേ എല്ലാവരും സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കരുത്തനായ പാണ്ഡവൻ എന്ന് പറഞ്ഞു. പഴം പതുക്കനൊന്ന് പൊങ്ങി അതിനോട് താഴ്ത്തു. അർജുനൻ, വില്ലാളി വീരനായ എൻ്റെ ഒരു കരുത്തിൻ്റെ ബലത്തിലല്ലേ ഞങ്ങളൊക്കെ സന്തോഷമായിട്ട് നടക്കുന്നത്. ഒന്ന് പൊങ്ങി, കുറച്ചങ്ങോട്ട് പൊങ്ങി, അത് കഴിഞ്ഞു പഴം വീണ്ടും പോന്നു. നകുലനും സഹദേവനും 2 പേരും പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ, എൻ്റെ പിതാവ്, നകുലനെ ആദ്യം പറഞ്ഞു, എൻ്റെ പിതാവ് അശ്വനീദേവന്മാരിൽ ഒരാളാണ്. എനിക്ക് എൻ്റെ കൈകൊണ്ട് തൊട്ട ആരുടെ എന്ത് രോഗവും മാറും. പഴം പൊങ്ങി കീഴ്പോട്ടേക്കാണ് പോകും. നകുലനും ഇത് തന്നെ പറഞ്ഞു, അശ്വനീപുത്രനായ ഞാൻ എത്ര പേരെ ചികിത്സിച്ച് മാറ്റിയിരിക്കുന്നു രോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ പഴം പൊങ്ങി തിരിച്ച് തന്നെ പോന്നു. അപ്പോൾ അവർ 6 പേര് വിചാരിച്ചിട്ടും പഴം ഞെട്ടിൽ ഉറപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ആകെ നിരാശയായി എല്ലാവരും. മുനിശാപം കിട്ടിയത് തന്നെ ആ മഹാമുനി ഇപ്പോൾ തപസ് പൂർത്തിയാക്കി പഴം ഇത് പാകമായി കഴിക്കാലോ എന്ന് കരുതി വരുമ്പോഴത്തേക്കും ഇങ്ങനെയായാലോ സ്ഥിതി, ഇനിയിപ്പോൾ എന്തൊരു വഴി വേണ്ടു എന്ന് കരുതി വിഷമിച്ചപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു, ഒരാളുണ്ട് ഇനി എത്തിക്കാവുന്നത്, എൻ്റെ പരിചയമുള്ളത്. ആരാതെന്ന് വെച്ചാൽ കർണൻ. നിങ്ങളെ കർണനെ വിളിക്കാം നമുക്ക്. കർണൻ വിചാരിച്ചാൽ ചിലപ്പോൾ ഞെട്ടിൽ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു, കർണനാണ്
കർണനൊന്നും വേണ്ട, കർണൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾക്കൊരു ശാപവും മാറണ്ട. മഹാമുനി അങ്ങോട്ട് ശപിച്ചോട്ടെ, ശാപം അങ്ങോട്ട് അനുഭവിക്കാം. എന്നിട്ട് കർണനെ ആശ്രയിക്കണോ, അവൻ നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആളാണെന്ന്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ വിചാരിക്കാനില്ല, ശത്രുപക്ഷത്ത് തന്നെയാണ്, കർണൻ്റെ ശത്രുപക്ഷത്താണ് നിങ്ങളും. പക്ഷേ ഒരു സഹായം അഭ്യർത്ഥിച്ച് ചെന്നാൽ കർണൻ ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമന് പറയുന്നാലും കർണം വേണ്ട എന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടേ എന്ന് യുധിഷ്ഠിരനോട് ചോദിച്ചപ്പോൾ എന്താ വേണ്ടേ, പനിയന്മാരൊക്കെ ഇങ്ങനെ. അപ്പോൾ കുന്തിദേവി പറഞ്ഞു, കർണനെ വിളിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞു. വേഗം ദൂതനെ പറഞ്ഞയച്ച് കർണനെ വിളിച്ചു. കർണൻ വന്നു. കർണൻ വന്നപ്പോൾ കൃഷ്ണൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പാണ്ഡവന്മാരെ എല്ലാവരും കൈകൂപ്പി കർണനെ വണങ്ങുകയൊക്കെ ചെയ്തു. ശത്രുപക്ഷത്തൊക്കെ ഉള്ള ആളാണ് പടയാളി. കർണൻ വേഗം വന്നു. ദൂതൻ പറഞ്ഞയച്ചു, കൃഷ്ണൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇന്നതാണ് ഈ പാണ്ഡവന്മാരെ മുനിശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കർണന് പറ്റുമെന്ന് ഒന്ന് ശ്രമിക്കൂ. കർണൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിശേഷം, ഒരു ഗുണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ പഴത്തെ ഒന്ന് മേലോട്ട് കയറ്റിവിടുന്നു. കർണൻ വേഗം ചെന്ന് ഒരു പ്രദക്ഷിണം വെച്ച് ആ വൃക്ഷത്തെ ഒന്ന് തൊഴുതു നമസ്കരിച്ചു. അത് കഴിഞ്ഞ് മാറി നിന്നിട്ട്, ഞാൻ ചെയ്യുന്ന ദാനശീലങ്ങൾ, ഞാൻ ആർക്കും ആരെന്ത് ചോദിച്ചാലും ഞാൻ ദാനമായി നൽകാറുണ്ട്. ആ ദാനശീലത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, എൻ്റെ ദാനശീല പവിത്രമാണെങ്കിൽ, പരിശുദ്ധമാണെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഞാൻ പ്രതിഫലം ഇച്ഛിക്കാതെയാണ് ദാനം ചെയ്യുന്നത്. അത് സത്യമാണെങ്കിൽ എൻ്റെ ഭഗവാനെ ഈ പഴം ഞെട്ടിൽ ചെന്നെത്തട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചു. മൃഗത്തെ, ഈ വൃക്ഷത്തെ നോക്കി കൈകൂപ്പിക്കൊണ്ടങ്ങനെ കണ്ണടച്ച് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാണ്ഡവരുടെയും കൃഷ്ണൻ്റെയും ചിരിയാണ് കേൾക്കണേ. ചിരി കേട്ട് കണ്ണു തുറന്നപ്പോൾ എന്താ, പഴം അങ്ങോട്ട് പൊങ്ങി പാണ്ഡവന്മാരും കുന്തിദേവി ഇങ്ങനെ നോക്കി നിൽക്കുക. ആ പഴം പൊങ്ങി ആ ഞെട്ടിൽ ചേർന്ന് ഒട്ടിച്ചേർന്നു, കൂടിച്ചേർന്നു. കർണൻ്റെ ഒരു മാഹാത്മ്യം മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മാർത്ഥതയുണ്ടാകണം, എങ്കിലേ ആ പ്രവർത്തിക്കൊരു ഫലം ഉണ്ടാവുള്ളൂ. അതാണ് ഈ കഥയിലൊരു ഗുണപാഠം. കർണൻ ദാനം കൊടുക്കുന്നത് ദാനമായിട്ട് ആത്മാർത്ഥമായി തന്നെയാണ് കൊടുക്കുന്നത്. അതാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ കഥ നിങ്ങളെ കൊണ്ടാകുമെങ്കിൽ ആരെ കൊണ്ടെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. എനിക്കറിഞ്ഞ ഈ യൂട്യൂബിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി വരണേ ഉള്ളൂ. 700 ചില്ലാനം കഥകൾ ഞാൻ പറഞ്ഞു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.